വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നമ്മുടെ മക്കളുടെ മേത്ത് ജിന്ന് കയറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരവസ്ഥ? ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മേത്ത് ജിന്ന് കയറി. ഈ ജിന്ന് കയറുന്നത് ഈ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ ഫുൾ A+ കൂടി പാസ്സായ കുട്ടിയാണ്. അങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന നല്ല മറ്റേ LSSും USS ഒക്കെ കിട്ടി വളരെ നല്ല നിലയിൽ എവിടെ എന്തിൻ്റെ ക്വിസ് പ്രോഗ്രാം ഉണ്ടോ അതിലൊക്കെ ഇവൾക്ക് മികവുണ്ട്. കോഴിക്കോടും പല സ്ഥലങ്ങളിൽ ഇവൾ പോയിട്ട് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ഇവളെ 10ാം ക്ലാസ് കഴിഞ്ഞൊരു സമയത്താണ് ഇവളുടെ മേത്ത് ഈ ജിന്ന് കയറുന്നത്. ജിന്ന് കയറിയതിൻ്റെ ശേഷം ഇവളുടെ സ്വഭാവങ്ങളാകെ മാറി. ഇവൾക്ക് ഇപ്പം ഇവളെ ഉമ്മാക്കതാണെങ്കിൽ ജിന്നുമ്മ എന്ന് കേൾക്കണതിനെ പേടിയാണ്. കാരണം ഇപ്പം അടുത്ത് കാസർഗോഡ് ഭാഗത്തൊരു കൊലപാതകി വരെ ജിന്നുമ്മയിലുണ്ടായി. ഇവള് സാധാരണ ഒരു പെൺകുട്ടി, അതായത് മുഖമൊന്നും മറക്കുന്നൊരു കുട്ടിയല്ല. ഷോളൊക്കെ ഇട്ടു മാത്രം, ഷോളാണെങ്കിലും തലയിലിടുള്ളൂ. അങ്ങനെ ഒരു സ്കാഫ് ഒന്നും ഒരു മക്കനായിട്ടും ധരിക്കലില്ല. സാധാരണ എല്ലാ കുട്ടികളുടെ പോലെയുള്ള ഒരു സാധാരണ പെൺകുട്ടിയാണ്. സ്കൂളിലൊക്കെ ഓണാഘോഷത്തിനും എന്താഘോഷങ്ങൾക്കും ഒപ്പനത്തിനൊക്കെ ഒക്കെ പങ്കെടുക്കുന്ന ഈ കുട്ടിക്ക് +1 ഇവള് അതേ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇവൾക്ക് ഫുൾ A+, കാരണം അവൾ ആഗ്രഹിക്കുന്ന ഇതിന് കൊമേഴ്സിന് തന്നെ സീറ്റും കിട്ടി. അങ്ങനെ ഇവളുടെ സ്വഭാവങ്ങൾ മാറിയോടെയെന്ന് വെച്ചാൽ മുഴുവൻ നിസ്കാരം, ഭയങ്കര നിസ്കാരമാണ്. എന്തിന്? വിത്തർ 11 റക്അത്ത് നിസ്കരിക്കും, ളുഹ 4 റക്അത്ത് നിസ്കരിക്കും. ഇവൾക്ക് പിന്നെ ട്യൂഷനൊന്നും പോകണ്ട, സ്കൂളിൽ പോകാൻ മടി. എനിക്കെപ്പോഴും പഠിച്ചവനോട് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ആരാധന, ഇശാഇന് ശേഷം സുന്നത്ത്, ഇങ്ങനെ ആകെ തഹജ്ജുദ് നിസ്കരിക്കുക, പിന്നെ ഫുള്ള് നിസ്കാരം. ഇത് ഉമ്മാക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് റമദാനിലാണ്. ഈ കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോകണമൊക്കെ താല്പര്യം കുറച്ചിട്ട് ഫുള്ള് ഈ ഒരു നിസ്കാരമായപ്പോൾ ആദ്യമൊക്കെ ഉമ്മാക്കൊരു മനസ്സമാധാനം, മോള് റബ്ബെ ഭയങ്കര നന്നായിക്കണം. പിന്നെ കുട്ടി മുഖം മറിച്ചിട്ടേ നടക്കുള്ളൂ. സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റസ് ഇട്ടാൽ അതിനൊക്കെ ചീത്ത പറയും. ഒരാഘോഷങ്ങളിലും കുട്ടി പങ്കെടുക്കില്ല. അങ്ങനെ ഉമ്മാക്ക് ബേജാറായിട്ട് ഒരു ഉസ്താദിനെ എടുത്ത് കൊണ്ടുപോയപ്പോൾ ഉസ്താദ് പറഞ്ഞ് ഇത് വളരെ റാഹത്താണ്, ഒരു ജിന്ന് കയറിയതാണ്, നല്ല ജിന്നാണ്, 400 വർഷം പഴക്കമുള്ള പഴയ ഒരു ജിന്നുമ്മയാണ് മേത്ത് കയറിയിട്ടുള്ളത്. അൽഹംദുലില്ലാ നിങ്ങളുടെ മോള് നേരായി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്കൊട്ടു ആദ്യമാണ് കൂടിയത്. കാരണം ഒരു കുടുംബത്തിലെ കല്യാണത്തിന് ഈ പെൺകുട്ടി പോകില്ല. ഒരു നിലക്കും ഫുള്ള് ഈ നമസ്കാരം, നോമ്പ്, സുന്നത്ത് നോമ്പ്, കുട്ടി ആകെ ക്ഷീണിച്ചു. അങ്ങനെ കുട്ടിയുടെ പ്രശ്നം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ +1 മാർക്ക് കുറഞ്ഞു. ഇപ്പോഴത്തെ ആണെങ്കിൽ +1 മാർക്ക് കുറഞ്ഞാൽ +2 കൂടെ തന്നെ എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു പരീക്ഷ എഴുതാനുള്ള സിസ്റ്റം ഇല്ല. അതൊക്കെ നിർത്തലാക്കിയാലോ. അങ്ങനെ ഇപ്പോൾ ഇവള് +2 ഇതാ ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് മാർക്ക് കുറവാണ്. ഇവള് പറഞ്ഞ് നമ്മൾ എന്തിനാണ് ഉമ്മ ഇങ്ങനെ പഠിക്കുന്നത്? നമ്മളൊരിക്കലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട ആളുകളല്ലേ, നമുക്ക് ജോലി വേണ്ട, നമ്മളൊരാളുടെ ഈ വെറും മരണത്തെ ആഗ്രഹിക്കണം. ഉമ്മ പേടിയായിട്ട് അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഇത് ജിന്ന് കയറിയത് മറ്റതൊന്നുമല്ല, സംഗതി വില്ലൻ ഓവർ തിങ്കിങ് ആണ്. ഓവർ തിങ്കിങ് ഇത് നമ്മുടെയൊക്കെ പല ആളുകൾക്കും സംഭവിക്കുന്നതാണ്. ഉമ്മമാരങ്ങൾ നമ്മുടെ മക്കൾക്കോ നമുക്കോ ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു മാനസിക ഡിസോർഡർ എന്ന് തന്നെ പറയാം. ഈ ഡിസോർഡർ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പിന്നെ ചെന്നെത്തുക വിഷാദം, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മാനസിക രോഗത്തിലേക്കാണ്. ഈ ഒരു കുട്ടിക്ക് സംഭവിച്ചത് ജിന്ന് കയറിയതൊന്നുമല്ല. കുട്ടി ഈ അത്യാവശ്യം വീട്ടിലൊക്കെ ഒരു മതചിട്ടൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ഈ കുട്ടി ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉമ്മ തന്നെ ഇങ്ങനെ ഉമ്മാനോട് ഭയങ്കര സ്നേഹമാണ്. പാപ്പ ഗൾഫിലാണ്, ഉമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുക. A to Z വരെ ഉമ്മാനോട് ഷെയർ ചെയ്യും. ഏതെങ്കിലും ആൺകുട്ടികളൊന്ന് സൈറ്റ് അടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് നോക്കി ചിരിച്ചാൽ എൻ്റെ അമ്മ ചെക്കൻക്ക് ഇന്നോട് എന്തോ ലൈനുണ്ട് ഇങ്ങനെ വരെ വന്ന് പറയാൻ ഉമ്മയോട് ഫ്രീഡം ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഉമ്മ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ആ ഉമ്മ തന്നെയാണ് ഇങ്ങനെ കുട്ടിയൊക്കെ ഒരു 10ലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ 2-3 മൊബൈലിൽ 2-3 വയലുകളൊക്കെ ഉമ്മ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ വയലുകൾ കേൾക്കുന്ന പതിവായി. അങ്ങനെ ഈ കുട്ടിയുടെ തിങ്കിങ് ലെവൽ മാറിയിട്ട് നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത, നമ്മളൊക്കെ നോർമൽ ആവുക എന്നുള്ളത് അൽഹംദുലില്ലാ നമുക്കിടുന്നൊരു ഹൈറാണ്. നമ്മളൊരു സാധാരണ മനുഷ്യരാണ്. കുറച്ചൊക്കെ ഒരു കളിയും ചിരിയും രീതിയും ഒരു നിസ്കാരവും നോമ്പൊക്കെയുള്ള സാധാരണ മനുഷ്യരാവല നല്ലത്. ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ആളുകൾക്ക് ഭയങ്കരമായി ഉത്കണ്ഠ വരും. പടച്ചോനെ ഇനി എൻ്റെ ഒരു അവസ്ഥ എന്താണ്? വളരെ സൂപ്പർലേറ്റീവായിട്ടാണ് ഇവർ ചിന്തിക്കുക. ഞാൻ 4 റക്അത്ത് ളുഹ്ർ നമസ്കരിച്ചാലും പോരാ, ഇനി 2 റക്അത്ത് അതിൻ്റെ മുമ്പ് തന്നെ ഒരു 4 റക്അത്ത് റവാത്തിബ് വേണം. ഇങ്ങനെ ഇതൊന്നും റവാത്തിബ് നല്ലതല്ല എന്നൊന്നുമല്ല. ഇതിനിങ്ങനെ തെറ്റായിട്ടുള്ള വേറെ മീനിങ് കൊടുക്കല്ലേ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിക്ക് പ്രധാനം പഠനമാണ്. അത്യാവശ്യമുള്ള റവാത്തിബും സുഹർലുകളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾ പഠനത്തിന് ചെലവഴിക്കൂ എന്ന് പറഞ്ഞു തന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഇത് അമിതമായിട്ട് വരുമ്പോൾ ഈ ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ മരണത്തെക്കുറിച്ച്, പടച്ചോനെക്കുറിച്ച് ഇത് ചിന്തിച്ച് മറിയും ചില ആളുകൾ. നമ്മൾ കേട്ടില്ലേ, പഠിച്ചിട്ട് പഠിച്ചു മറിഞ്ഞു, ഓതി മറിഞ്ഞതാണെന്ന്.
പണ്ടത്തെ ഉമ്മാർ പറയും ഓതി മറിഞ്ഞതാണ് ആളെന്ന്. ഈ ഓതി മറിയൽ എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആണ്. പണ്ട് അതിനൊരു ഓവർ തിങ്കിങ് എന്നൊരു പേര് പറയലില്ല. ഈ അമിതമായിട്ട് ചിന്തിച്ചിട്ട് വേറെ എന്തോ ലെവലിലെത്താം. ഈ കുട്ടിക്ക് ആ ലെവലിലാണ്. അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോൾ ഈ കുട്ടിക്ക് കൃത്യമായുള്ള കൗൺസിലിങ്ങും പിന്നെ കൊഗ്നിറ്റീവ് തെറാപ്പിയും ബിഹേവിയറൽ തെറാപ്പി, ഇങ്ങനെ ചില തെറാപ്പികളൊക്കെ ഉണ്ട്. നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിത്തരും, നമുക്ക് കൃത്യമായുള്ള റിസൾട്ടുകൾ കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങിന് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മ ഈ കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ നാട്ടിലും ഇവരറിയാവുന്ന ആളുകൾ, അപ്പോൾ ഈ കുട്ടി മദ്രസ സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മദ്രസ 9ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. ആ 9ാം ക്ലാസ്സിൽ ആദ്യമൊക്കെ ഇവളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ആ റസീന എന്ന് പേരുള്ള ഈ കുട്ടിയെ കുറിച്ചിട്ട് ആർക്കും മോശം പറയാനില്ല. കാരണം റസീന ഒരു സാധാരണ കുട്ടി. പക്ഷെ ഇപ്പോൾ ഇവളുടെ കൂടെയുള്ള ആളുകൾ സ്കൂളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണപരിപാടിക്ക് ഇവൾ പങ്കെടുത്തിട്ടില്ല. എല്ലാവരും സെറ്റ് സാരി എടുത്ത് വരാൻ പറഞ്ഞപ്പോൾ ഇവളൊന്നും എന്താ പറയുക, ഈ സ്കൂളിലെ യൂണിഫോമും പിന്നെ മുഖം മറിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഇവളെ ഒഴിവാക്കി. ഞങ്ങൾ ഓരോക്കെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സ്കൂൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സെറ്റ് സാരിയൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ഇവൾ ഈ ഒരു കോലത്തിൽ വന്നേക്കുക. അപ്പോൾ അവർ പറഞ്ഞു, നീ സെറ്റ് സാരിയെങ്കിലും എടുത്ത് എന്നിട്ട് നീ മുഖം മറിച്ചോ. ഇവളൊരിക്കല അള്ളാഹു മാത്രമേ എൻ്റെ ശരീരം കാണാവൂ. ഇങ്ങനെ അമിതമായിട്ട് വരുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കലുണ്ട്. എങ്ങനെയാണ് ഇത്തരം അസുഖങ്ങൾ വരികയെന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന് വീട്ടിലെ സ്വാധീനങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടോ അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കുള്ള ജനിതകപരമായ പ്രശ്നങ്ങളോ പല രീതിയിൽ വരാറുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ കാര്യത്തിൽ മുൻകൂട്ടിയൊന്നും പ്രവചിക്കാനൊന്നും പറ്റില്ല. ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അത്ര തരം മനുഷ്യരുടെ ഇനങ്ങളുമുണ്ട്. നമുക്കൊരാളെ നോക്കിയിട്ട് അയാളെപ്പോലെ അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ എന്നൊന്നും പറയാൻ കഴിയില്ല. മനസ്സെന്ന് പറയുന്നത് ഒരു ലോകമാണ്. നമ്മൾ പറഞ്ഞു ഈ ലോകം എന്ന് പറഞ്ഞാൽ വിശാലമായ ഗ്ലോബ്. ഈ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡാണ്. എൻ്റെ മൈൻഡിലുള്ള ലോകത്താണ് ഞാൻ ജീവിക്കണത്. തൊട്ടടുത്തുള്ള എൻ്റെ മക്കൾ അവരുടെ ഒരു മൈൻഡിൻ്റെ ലോകത്താണ് ജീവിക്കണത്. അത് വിശാലമാണോ ചെറുതാണോ എന്നുള്ളതാണ്. ഇത്തരം ആളുകൾക്ക് അത് വളരെ ചെറുതായിരിക്കും. ആരോടും നമ്മൾ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നോക്കി, കല്യാണത്തിന് വിളിച്ചാൽ കല്യാണത്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞൊരു മതം എന്തിനാണ്? സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനാണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ നമ്മുടെ പ്രധാനപ്പെട്ടൊരു വളർച്ചയാണ്. നമുക്ക് ആളുകൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ആളുകൾ ഒന്നിച്ചിട്ട് നിസ്കരിക്കണമെന്ന് ജുമാ നിർബന്ധമാക്കാൻ കാരണം സോഷ്യൽ ഡെവലപ്മെൻറ്റ് വളരാനാണ്. സാധാരണ നമസ്കാരങ്ങളാണെങ്കിൽ കൂടി അത് നിങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമെന്ന് പറയാൻ കാരണം സോഷ്യൽ ഡെവലപ്മെൻറ്റ് വർദ്ധിക്കാനാണ്. ഇത്രയധികം സൈക്കോളജിക്കലായ ഒരു റിലീജിയൻ തിയറി വേറെ ഏത് മതങ്ങൾക്കാണ് ഉണ്ടാവുക? അപ്പോൾ എല്ലാത്തിനും ഈ സംഘടിത സ്വഭാവം, ഇതിലൊന്നും ഈ കുട്ടി പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കുടുംബക്കാരൊക്കെ പറഞ്ഞത് കുട്ടിക്ക് വല്ല ജിന്ന് കയറിയതാണ്, മറിയം ബീവി കയറിയതാണ്, മറിയം ബീവി കയറിയതാണ്. എന്ത് മറിയം ബീവി? ഇത്തരം ചികിത്സകളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തെങ്കിലും ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ, നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണുക, ചിന്തിക്കാത്ത കാര്യങ്ങൾ ഉള്ളിൽ നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള മെൻ്റൽ ഡിസോർഡറായ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോഴേക്കും അതിന് കണ്ടെത്തുന്ന ഒരു തിയറിയാണ്, കുട്ടിയുടെ മേത്ത് ശൈത്താൻ കയറി, റൂഹാനി കയറി, മറ്റാൾ കയറി, ജിന്ന് കയറി, എന്നിട്ട് ഭയങ്കര തകിടും ചികിത്സയുമായിട്ട് ഭയങ്കര പറ്റിപ്പായിരിക്കും. കുറേ ക്യാഷ് അങ്ങോട്ട് പോയാലും ഈ മൊയന്തുകൾക്ക് അത് മനസ്സിലാവില്ല. ഈ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ് ആ കാസർഗോഡ് ഭാഗത്ത് ജിന്നുമ്മ എന്ന് പേരുള്ള ഒരു യുവതി. നമ്മുടെ വലിയ ഉസ്താദുമാരൊക്കെ ആയിട്ട് അവർക്ക് ബന്ധമുണ്ട്. വലിയൊരു സമസ്തയുടെ വലിയൊരു ഉസ്താദ് അവിടെ പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ പേരൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മുടെ പല ആൾക്കാർക്കും ഡൊണേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലവരാണ്. ഇവരെങ്ങനെ എന്താണെന്നൊന്നും നോക്കണ്ട. ഈ ഒരു ചികിത്സ, അസ്മാവിൻ്റെ ചികിത്സ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, അതൊക്കെ നല്ല ചികിത്സ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു. ഇനി അത് അപ്ലൈ ചെയ്യണ്ട. നമ്മൾ കമ്പ്യൂട്ടറിലെ കണ്ടില്ലേ, ചില സിസ്റ്റത്തിൽ ചില സാധനങ്ങൾ അപ്ഡേഷൻ വരുത്തണം. അപ്ഡേഷൻ വരുത്തി കഴിഞ്ഞാൽ പഴയ സാധനം പിന്നെ വർക്ക് ചെയ്യൂല, പിന്നെ ആ സിസ്റ്റം കേട് വരും. പോലെയാണ് ഇതിങ്ങനെ നടന്ന് ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. ഈ കുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ ആദ്യം കരുതി ജിന്നി കയറിയതാണ്. പക്ഷെ ഉമ്മ ലേശം ബുദ്ധിയും വിവേകമുള്ള ഒരാളായതുകൊണ്ട് ആ പെൺകുട്ടിയെ കൃത്യമായി സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയും വേഗത്തിൽ കുട്ടിക്ക് ചികിത്സ കൊടുത്തിട്ട് കുട്ടിയുടെ അസുഖങ്ങൾ മാറ്റാൻ കഴിഞ്ഞു. നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഓവർ തിങ്കിങ് അതൊരു ഭാര്യ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ചെറു കാരണങ്ങൾ മതി വലിയ ചിന്തയിലേക്ക് ഒരു പോവുക. എൻ്റെ ലൈഫ് അവസാനിക്കാൻ പോണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞത് ലൈഫിൽ വലിയൊരു പ്രോബ്ലമായിട്ട് മാറും. ഇത് പിന്നീട് വിഷാദം പോലെയുള്ള രോഗങ്ങളിലേക്ക്, ഡിപ്രഷനിലേക്ക് വരികയും ഒടുവിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് സ്ഥിരം മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും അത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ഉണ്ടായേക്കാം. അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ് എന്നുള്ളത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ ഒരുപാട് നിസ്കരിക്കുക, ഒരുപാട് നോമ്പൊക്കെ, നിസ്കാരം നോമ്പൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ്.
അത് വേണ്ടാന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ അതൊരു അമിതമാവുന്ന രീതിയിലാവുന്നത് ഒരാളുടെ ഈമാൻ്റെ അടയാളമായിട്ടല്ല കാണുന്നത്, മറിച്ച് ഇത്തരം ചില കേസുകൾ ഓവർ തിങ്കിങ് ആയിട്ടാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പഠനം അവിടെ നിന്ന് പോകും. ഇപ്പോൾ ഇന്ന് ഈ ഒരു എന്താ പറയുക, കൃത്യമായുള്ള ചികിത്സകൾ കൊടുത്തപ്പോൾ 2ഉം 3ഉം സിറ്റിങ്ങുകൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി സുഖപ്പെട്ടു. പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.